നമസ്കാരം, ഞാൻ ക്രിസ്റ്റിന ചെറിയാൻ. ഇന്നത്തെ വാർത്താ ദിനത്തിൽ ഇതുവരെ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ അറിയാം അരമണിക്കൂറിൽ. സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ഇസ്രയേൽ ചാര സോഫ്റ്റ്വെയറായ പെഗാസസിന്റെ ഫോൺ ചോർത്തലിൽ 2 കേന്ദ്രമന്ത്രിമാരും 3 പ്രതിപക്ഷ നേതാക്കളുമെന്ന് റിപ്പോർട്ട്. സുപ്രീംകോടതി ജഡ്ജിമാരുടെ അടക്കം 300ഓളം ഉന്നതരുടെ ഫോൺ വിവരങ്ങളും ചോർത്തി. 40-ലധികം മാധ്യമപ്രവർത്തകരും ഫോൺ ചോർത്തലിന് ഇരയായി. ചോർത്തൽ വിവരം കണ്ടെത്തിയത് പാരീസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫോർബിഡൻ സ്റ്റോറീസും ആംനസ്റ്റി ഇന്റർനാഷണലും. ഇന്ത്യയിലെ പൗരന്മാരുടെ സ്വകാര്യ വിവരങ്ങൾ ചോർത്താൻ കേന്ദ്ര സർക്കാർ പെഗാസസ് സോഫ്റ്റ്വെയർ ഉപയോഗപ്പെടുത്തിയെന്നാണ് ആരോപണം. എന്നാൽ കേന്ദ്ര സർക്കാർ ഈ റിപ്പോർട്ട് തള്ളി. ഫോൺ ചോർത്തൽ കെട്ടിച്ചമച്ച കഥയാണെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രതികരണം. വിഷയം നാളെ പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് പ്രതിപക്ഷ എംപിമാർ അറിയിച്ചു. പൗരന്മാരുടെ സ്വകാര്യ വിവരങ്ങൾ ശേഖരിക്കാൻ നിയമാനുസൃത സംവിധാനമുണ്ടെന്ന് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം. സംസ്ഥാനത്ത് നിന്ന് 13,956 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ 1,30,553 സാമ്പിളുകൾ പരിശോധിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.06%. 81 മരണങ്ങൾ കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം 15,350 TPR 15-ന് മുകളിലുള്ള 205 പ്രദേശങ്ങളാണ് സംസ്ഥാനത്തുള്ളത്. ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചതിൽ 50 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. 13,613 പേർക്ക് രോഗമുക്തി. കോഴിക്കോട് മിഠായി തെരുവിൽ വഴിയോര കച്ചവടം അനുവദിക്കില്ലെന്ന പോലീസ്. നാളെ മുതൽ വഴിയോര കച്ചവടം നടത്തിയാൽ കേസെടുക്കും. വഴിയോര കച്ചവടക്കാർക്ക് മുൻപിൽ ജനക്കൂട്ടമുണ്ടാകുന്നത് തടയാനാണ് നടപടി. ഇന്ന് വ്യാപാരം നടത്തിയവരോട് സാധനങ്ങൾ നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് കോവിഡ് പോസിറ്റീവ് കേസുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നുവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് 24നോട്. പോസിറ്റീവ് ആകുന്ന 3 പേരിൽ ഒരാൾ കേരളത്തിൽ നിന്നെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. നിലവിലെ സാഹചര്യം പ്രതീക്ഷിച്ചതാണെന്നും 10-ന് മുകളിൽ TPR ഉള്ള ജില്ലകൾ പരിശോധിച്ചതിൽ ചടങ്ങുകൾ രോഗവ്യാപനത്തിന് കാരണമായതായി തെളിഞ്ഞെന്നും വീണ ജോർജ് 24നോട്. TPR കൂടി നിൽക്കുന്ന പല ജില്ലകളിലും പരിശോധിക്കുമ്പോൾ വിവാഹങ്ങൾ, വീടുകളിലെ ചടങ്ങുകൾ ക്ലസ്റ്ററുകളാണ്. ഇപ്പോൾ നമ്മൾ ഓരോ 10-ന് അബവ് TPR ഉള്ള 10-ന് മുകളിൽ TPR ഉള്ള ജില്ലകൾ പരിശോധിച്ച് ക്ലസ്റ്റർ ഫോർമേഷൻസ് നോക്കുമ്പോൾ വിവാഹങ്ങൾ, വീടുകളിലെ ചടങ്ങുകൾ, വീടുമാറ്റ ചടങ്ങുകൾ ഇതെല്ലാമായിട്ട് ക്ലസ്റ്ററുകൾ ഒരുപാട് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യമാണ്. നമ്മൾ ഒത്തുചേരലുകളും അങ്ങനെയുള്ളത് പരമാവധി നമ്മളുടെ ഈ അനുവദിക്കപ്പെട്ട അല്ലെങ്കിൽ ഈ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് തന്നെ ചെയ്യുവാനായി ശ്രമിക്കുന്നതായിരിക്കും നന്നാവുക. സിക വൈറസ് ബാധ നിയന്ത്രണ വിധേയമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സികയെ പ്രതിരോധിക്കാൻ കൊതുക് നശീകരണത്തിന് തിരുവനന്തപുരം നഗരസഭയുടെ തീവ്ര ഉറവിട നശീകരണ യജ്ഞം തുടങ്ങി. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞു. ഒരാഴ്ച വാർഡുതല ശുചീകരണവും ഓഫീസുകളിലെ ശുചീകരണവും നടത്തും. ആക്ഷൻ പ്ലാൻ പ്രകാരം ഒരു വാർഡിനെ 7ആയി തിരിച്ചാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. സംസ്ഥാനത്ത് ആകെ 35 പേർക്കാണ് സിക വൈറസ് രോഗം സ്ഥിരീകരിച്ചത്. 11 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. നിലവിൽ അങ്ങനെ ഒരു ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമല്ല. നമുക്കറിയുന്നത് പോലെ എല്ലാ വർഷവും നമ്മൾ ശുചീകരണ ക്യാമ്പയിൻ ഏറ്റെടുക്കുന്നവരാണ്. നമ്മൾ പണ്ട് മുതലേ ശീലിച്ചു വന്ന നമ്മുടെ ഓരോ കാര്യങ്ങൾ അത് പൊതുജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വീടുകളിൽ സ്വന്തം വീട് നമ്മൾ ശുചീകരിക്കണം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ശുചിയാക്കണം എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്. കേരളത്തിൽ പെരുന്നാളിന് കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകിയതിനെതിരെ വിമർശനവുമായി IMA. കോവിഡ് വ്യാപനം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച തീരുമാനം തെറ്റാണെന്ന് IMA വിമർശിച്ചു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ പ്രധാനപ്പെട്ട തീർത്ഥാടന യാത്രകൾ മാറ്റിവെച്ച സാഹചര്യത്തിൽ കേരളത്തിന്റെ തീരുമാനം ദൗർഭാഗ്യകരമാണെന്നും ഇളവ് ഉടൻ പിൻവലിക്കണമെന്നും IMA. കോവിഡ് നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നൽകിയ മുന്നറിയിപ്പ് കേരളം ഗൌരവമായി കാണണമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കോവിഡ് കണക്കുകൾ കുറയാത്ത സാഹചര്യത്തിൽ സംസ്ഥാനം ബക്രീദിന് ഇളവുകൾ നൽകുന്നത് 3ാം തരംഗത്തെ ക്ഷണിച്ചു വരുത്തുന്നതിന് ഇടയാക്കും. 3 ദിവസത്തേക്ക് മാത്രം നൽകുന്ന ഇളവ് തീക്കളിയെന്നും വി മുരളീധരൻ. കേരളത്തിൽ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് ഇളവ് പ്രഖ്യാപിച്ചതിനെതിരെ വിമർശനവുമായി കോൺഗ്രസ് ദേശീയ വക്താവ് മനു അഭിഷേക് സിംഗ്വി. കോവിഡ് സാഹചര്യത്തിൽ കൻവർ യാത്ര നടത്തുന്നത് തെറ്റെങ്കിൽ കേരളത്തിൽ പെരുന്നാൾ ആഘോഷത്തിന് ഇളവ് നൽകിയത് തെറ്റാണെന്നും സിംഗ്വി ട്വീറ്റ് ചെയ്തു. കേരളം കോവിഡ് കിടക്കയിലാണെന്ന് മറക്കരുതെന്ന വിമർശനവും സിംഗ്വി ഉന്നയിച്ചു. അതേസമയം പെരുന്നാൾ ഇളവിനെതിരെ കോൺഗ്രസ് വക്താവ് അഭിഷേക് സിംഗ്വിയുടെ പ്രതികരണം RSS ഭാഷ കടമെടുത്തതെന്ന് INL. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പാർട്ടി വക്താവിന്റെ കാഴ്ചപ്പാട് പങ്കുവയ്ക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും INL സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കു.
ആരാധനാലയങ്ങളിൽ സർക്കാർ നൽകിയ ഇളവുകൾ സങ്കീർണത സൃഷ്ടിക്കുന്നുവെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. വാക്സിൻ എടുത്തവർക്ക് മാത്രം അനുമതി നൽകിയത് പ്രതിസന്ധി സൃഷ്ടിക്കും. വാക്സിൻ നിർബന്ധമാക്കിയത് ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യും. 40 പേരെന്ന് നിജപ്പെടുത്തിയത് ശരിയായ തീരുമാനമല്ലെന്നും സാദിഖ് അലി ശിഹാബ് പറഞ്ഞു. ഇളവുകളിലെ സങ്കീർണത ഒഴിവാക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ. രാജ്യത്ത് പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ നേരിയ വർധനവ്. 24 മണിക്കൂറിന്റെ 41,157 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 518 മരണങ്ങളാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. അതിനിടെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച കോവിഷീൽഡ് വാക്സിന് 16 യൂറോപ്യൻ രാജ്യങ്ങളിൽ അംഗീകാരം ലഭിച്ചതായി സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയിച്ചു. ഫ്രാൻസ് ആണ് അവസാനമായി വാക്സിന് അംഗീകാരം നൽകിയത്. ഡെൽറ്റ വകഭേദങ്ങൾക്കടക്കം വാക്സിൻ ഫലപ്രദമാണെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് അറിയിച്ചു. 27 യൂറോപ്യൻ രാജ്യങ്ങളിൽ ജർമ്മനി, സ്പെയിൻ, ബെൽജിയം, ഓസ്ട്രിയ, സ്വീഡൻ അടക്കം 16 രാജ്യങ്ങളിലാണ് കോവിഷീൽഡ് വാക്സിന് ഇതുവരെ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. 2 ഡോസ് കോവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ചവർക്ക് ഈ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാനാകും. ലോക്ഡൌൺ കാലത്ത് വനിതാ കടയുടമയ്ക്കെതിരെ വാടക കുടിശ്ശികയുടെ പേരിൽ GCDAയുടെ നടപടി. കൊച്ചി മറൈൻ ഡ്രൈവിൽ താന്തോന്നിത്തുരുത്ത് സ്വദേശി പ്രസന്ന പ്രദേവൻ നടത്തിയ കട GCDA ഒഴിപ്പിച്ചു. കടയിലെ സാധന സാമഗ്രികൾ പുറത്തേക്ക് വലിച്ചിട്ട ഉദ്യോഗസ്ഥർ കട പൂട്ടിപ്പോവുകയായിരുന്നു. വാർത്തയായതോടെ വിട്ടമ്മയായ പ്രസന്നയെ പുനരധിവസിപ്പിക്കുമെന്ന് GCDA ചെയർമാൻ വി സലീം 24നോട് പറഞ്ഞു. അപേക്ഷ തന്നിട്ട് നമുക്ക് പിന്നെ നിങ്ങൾ വന്നിട്ടുള്ള കുടിശ്ശിക ഗഡുക്കളാക്കി മാറ്റാം. ആ നിലയിൽ നമുക്ക് തുറക്കുന്നതിന് ആവശ്യമായ സംവിധാനം ഒരുക്കാം. വിഷയത്തിൽ ഇടപെട്ട വ്യവസായി MA യൂസഫ് അലി പ്രസന്നയുടെ മുഴുവൻ കുടിശ്ശികയും അടച്ചു തീർക്കുമെന്ന് അറിയിച്ചു. ഇന്ന് വേണമെങ്കിൽ ഇന്നും നാളെ രാവിലെ തന്നെ ചെക്ക് കൊടുക്കാം. യൂസഫായി ഇട്ടിട്ടുണ്ട്. എത്ര രൂപ എന്നൊരു ചോദിച്ചില്ല, എത്ര ആയാലും അത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നതിന് ശേഷം തുക പറഞ്ഞത്. അതിന് മുമ്പേ യൂസഫ് അലി സാർ അത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കുറ്റ്യാടി സീറ്റിനെ ചൊല്ലിയുള്ള പരസ്യ പ്രതിഷേധത്തിൽ അച്ചടക്ക നടപടി തുടർന്ന് CPIM. കുറ്റ്യാടി ലോക്കൽ കമ്മിറ്റി പിരിച്ചുവിട്ടു. KP ചന്ദ്രി, മോഹൻദാസ് എന്നിവരെ കുന്നുമ്മൽ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി. CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടേതാണ് നടപടി. നേരത്തെ MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ട കുഞ്ഞമ്പത്കുട്ട് മാസ്റ്ററെ CPIM ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും തരം താഴ്ത്തിയിരുന്നു. CPIM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനങ്ങൾക്ക് മറുപടി നൽകാതെ G സുധാകരൻ. അമ്പലപ്പുഴയിലെ വീഴ്ച പരിശോധിക്കാൻ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത് യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തു. ആലപ്പുഴ പടനിലം സ്കൂളിലെ ഫണ്ട് തിരിമറിയിൽ സുധാകര പക്ഷം നേതാക്കളോട് പാർട്ടി യോഗത്തിൽ വിശദീകരണം തേടി. മരമുറിയുടെ രേഖകൾ പുറത്തുവിട്ട റവന്യൂ അണ്ടർ സെക്രട്ടറിക്കെതിരായ നടപടിയിൽ നിലപാട് ആവർത്തിച്ച് റവന്യൂ മന്ത്രി. സർക്കാർ ഇടപെടേണ്ട കാര്യമുണ്ടെങ്കിൽ മാത്രമേ ഇടപെടുള്ളൂവെന്ന് K രാജൻ ആവർത്തിച്ചു. ഇതിന് ഗുഡ് സർവീസ് സെന്റർ കൊടുത്തത് സർക്കാരല്ല, സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചീഫ് സെക്രട്ടറിയാണ്. അദ്ദേഹത്തിനേക്കാൾ 4 റാങ്ക് താഴെയുള്ള ആളാണ് അണ്ടർ സെക്രട്ടറി. സ്വാഭാവികമായിട്ടും ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ നടത്തുന്ന ഒരു ആശയവിനിമയത്തെക്കാൾ കൂടുതലായി സർക്കാർ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായി ഇത് എപ്പോഴാണോ വരുന്നത് അപ്പോൾ ഈ കാര്യത്തിൽ ഇടപെടൽ നടത്തും. കൃത്യതയോടുകൂടി തന്നെ ആ കാര്യത്തിൽ ഇടപെടൽ നടത്താനുള്ള കരുത്ത് ഇപ്പോഴത്തെ ഗവൺമെൻറ്റിനുണ്ട്. അത് ഒരു പ്രശ്നവും നമ്മുടെ മുമ്പിലില്ല, വളരെ കൃത്യമാണ്. അതേസമയം OG ശാലിനിക്കെതിരായ നടപടിയിൽ വിമർശനം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. ഗുഡ് സർവീസ് എൻട്രി കിട്ടിയ ഉദ്യോഗസ്ഥയ്ക്കെതിരെ നടപടിയെടുത്തത് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ ആരോപിച്ചു. റവന്യൂ മന്ത്രി K രാജൻ അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല. വലിയേട്ടൻ സ്വർണം കടത്തിയപ്പോൾ ചെറിയേട്ടൻ ചന്ദനം കടത്തിയെന്നും K മുരളീധരൻ ആരോപിച്ചു. അത് മുഖ്യമന്ത്രി അറിഞ്ഞിട്ട് തന്നെയാണ് റദ്ദാക്കിയത്. ഞാൻ പിണറായി അറിയാണ്ട് വരെയല്ല ചലിച്ചാൽ ഗവൺമെൻറ്റിലോ മാർക്സിസ്റ്റ് പാർട്ടിയിലോ പിന്നെ അവൻ അതിലുണ്ടാവില്ല. അപ്പോൾ ഗുഡ് സർവീസ് എൻട്രി റദ്ദാക്കിയത് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാണ്. പക്ഷേ രാജൻ അറിഞ്ഞിട്ടോ എന്ന് എനിക്ക് അറിഞ്ഞു. കാരണം മുഖ്യമന്ത്രി തീരുമാനിക്കുന്നു, വലിയേട്ടൻ തീരുമാനിക്കുന്നു, ചെറിയേട്ടൻ അനുകൂലിക്കുന്നു. അതാണ് വലിയേട്ടൻ സ്വർണം കടത്തുന്നു, ചെറിയേട്ടൻ ചന്ദനം കടത്തുന്നു. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് പുനഃക്രമീകരണത്തിൽ സർക്കാർ നിലപാട് ശരിയെന്ന് പാലോളി മുഹമ്മദ് കുട്ടി. ശുപാർശ നടപ്പാക്കാൻ ഉത്തരവിറക്കിയത് UDF സർക്കാരെന്നും അന്ന് ആർക്കും പരാതി ഉണ്ടായിരുന്നില്ലെന്നും ലീഗിനെ ഉന്നമിച്ച് പാലോളി വിമർശിച്ചു. 20% മറ്റുള്ളവർക്ക് കൊടുത്തു എന്നതാണ് ചിലർ അപരാധമായി കാണുന്നത്. കമ്മിറ്റിയിൽ എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ ഉണ്ടായിരുന്നു. അതുകൂടി പരിഗണിച്ചാണ് മറ്റു പിന്നോക്കക്കാർക്ക് കൂടി ആനുകൂല്യം ശുപാർശ ചെയ്തതെന്നും പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞു. കോടതി ആ പ്രശ്നം കണ്ടത് ഒരു തുല്യമായ വിവരണമല്ല എന്നുള്ള വെച്ചാൽ ക്രിസ്ത്യാനികൾക്കും കൂടി ഉള്ളതാണ് എന്നുള്ള മട്ടിലാണ് അവരതിനെ കണ്ടത്. സർക്കാർ അത് കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടതായിരുന്നില്ല. അതെ, അതിൽ പെശക് പറ്റിയോ എന്നുള്ളതാണ് സംശയിക്കുന്നത്.
പിന്നെ അത് തെറ്റാണെന്ന് ഈ പ്രചാരവേല ചെയ്യുന്ന ആളുകൾ എന്തുകൊണ്ടാണ് അവരുടെ ഭരണത്തിൽ ഈ 5 കൊല്ലം അതേ നിലപാട് തുടർന്നത് എന്നുള്ളതിന് യാതൊരു ഉത്തരവും ഇതേവരെ പറഞ്ഞിട്ടില്ല. തെറ്റാണെന്നുണ്ടെങ്കിൽ തിരുത്താലോ. സച്ചാർ കമ്മിറ്റി ശുപാർശകളിൽ വെള്ളം ചേർക്കരുതെന്ന INL ന്യൂനപക്ഷ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് സർവകക്ഷി യോഗത്തിലെടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് INL സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ. മുസ്ലിം വിഭാഗം നിലവിൽ അനുഭവിക്കുന്ന ആനുകൂല്യങ്ങൾ ഹനിക്കാൻ പാടില്ലെന്നും കാസിം ഇരിക്കൂർ 24-നോട് പറഞ്ഞു. വളരെ പ്രായോഗികമായ, അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ സാമൂഹിക ഘടന മനസ്സിലാക്കിയും കൊണ്ട് മതസൗഹാർദ്ദം തകർക്കാത്ത വിധത്തിൽ ഒരു ഫോർമുലയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിലേതെങ്കിലും ജനവിഭാഗത്തോട് കൂടുതൽ വിവേചനം കാട്ടണമെന്നോ അതേ സമയത്ത് അതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലം മറക്കണമെന്നോ ഞങ്ങൾ പറയുന്നില്ല. ഗവൺമെൻറ് കുറച്ചും കൂടി മുന്നോട്ട് പോകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അടുത്ത വർഷം സ്കീം ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് പോകും, ശാശ്വതമായൊരു പരിഹാരത്തിലേക്ക് പോകും, യാതൊരു സംശയവുമില്ല. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് പുനഃക്രമീകരിച്ച സർക്കാർ നിലപാടിനെ പൂർണ്ണമായും പിന്തുണച്ച CPI നിലവിലുള്ള ആനുകൂല്യങ്ങൾ നഷ്ടമാകാത്ത തരത്തിലാണ് സർക്കാർ തീരുമാനമെന്നാണ് CPIയുടെ വിലയിരുത്തൽ. മുസ്ലിം ലീഗ് തീവ്ര നിലപാടുകാരുടെ സ്വാധീനത്തിന് വഴങ്ങുന്നുവെന്നും CPI ആരോപിച്ചു. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് പുനഃക്രമീകരണത്തിൽ UDF-ൽ ഭിന്നതയില്ലെന്ന ഉമ്മൻചാണ്ടി പ്രതികരിച്ചു. എല്ലാവരുമായും ആലോചിച്ച് UDF നിലപാട് സ്വീകരിക്കും. എല്ലാവർക്കും തൃപ്തികരമായ തീരുമാനമുണ്ടാകുമെന്നും ധാരണാ പിശകുണ്ടാവില്ലെന്നും ഉമ്മൻചാണ്ടി കോട്ടയത്ത് പറഞ്ഞു. UDF അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് ഒരു വ്യക്തമായ ഒരു തീരുമാനമെടുക്കും. അത് സംബന്ധിച്ച് ഒരു ധാരണ പിശകും ഉണ്ടാകത്തില്ല. പക്ഷെ അത് എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് ഈ കാര്യത്തിനൊരു നല്ല പരിഹാരം ഉണ്ടാകത്തക്ക വിധത്തിലുള്ള ഒരു ഇതാകും. ലീഗ് ഒരു എതിർപ്പ് പറയുന്നുണ്ട് മുസ്ലിം സമുദായം. അല്ല, അത് അതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് UDF യോഗം ചർച്ച ചെയ്യുന്നത്. UDF-ന് ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് എല്ലാവരുമായിട്ട് ആലോചിച്ച് എല്ലാ ആസ്പെക്ട്സും നോക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ കാര്യവും നോക്കിയിട്ടൊരു തീരുമാനം ഉണ്ടാക്കും. ആ തീരുമാനം തൃപ്തികരമായ ഒരു തീരുമാനം, എല്ലാവർക്കും തൃപ്തികരമായ ഒരു തീരുമാനം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. ന്യൂനപക്ഷ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് കെ മുരളീധരൻ. വിശദമായ ചർച്ചയിലൂടെ UDF നിലപാടെടുക്കും. സംശയമുള്ളവരുടെ സംശയങ്ങൾ സർക്കാർ തീർക്കണം. രാഷ്ട്രീയകാര്യ സമിതി ചേർന്ന് പാർട്ടി നിലപാട് തീരുമാനിക്കുമെന്നും വിഷയം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണമെന്നും കെ മുരളീധരൻ ആവശ്യപ്പെട്ടു. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് അതേപോലെ നടപ്പാക്കിയിരുന്നെങ്കിൽ ഇങ്ങനൊരു സംഘർഷം ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. പാർട്ടി ഇതിനെക്കുറിച്ച് വിശദമായി കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തുന്നതാണ്. അന്തിമ തീരുമാനത്തിലേക്ക് രാഷ്ട്രീയകാര്യ സമിതി കൂടിയിട്ട് തീരുമാനം എടുക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ നിർദ്ദേശമാണ് ഞാൻ KPC പ്രസിഡന്റ് മുമ്പിൽ വയ്ക്കാൻ പോകുന്നത്. കർഷക സംഘടനകൾ പ്രഖ്യാപിച്ച പാർലമെന്റിന് മുന്നിലെ ധർണയിൽ നിന്ന് കർഷകരെ പിന്തിരിപ്പിക്കാനുള്ള ഡൽഹി പോലീസിന്റെ ശ്രമം പരാജയപ്പെട്ടു. ധർണ ജന്തർ മന്ദറിലേക്ക് മാറ്റണമെന്ന പോലീസിന്റെ ആവശ്യം കർഷകർ തള്ളി. ഡൽഹി പോലീസ് നാളെ വീണ്ടും കർഷകരുമായി ചർച്ച നടത്തും. പ്രതിഷേധക്കാരുടെ പട്ടിക പോലീസിന് കൈമാറും. കർഷകർക്ക് തിരിച്ചറിയൽ ബാഡ്ജ് നൽകും. 200 കർഷകർ എന്ന എണ്ണം കുറയ്ക്കില്ല എന്നും കർഷക സംഘടനകൾ അറിയിച്ചു. അതിനിടെ ജൻപഥ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ്, ഉദ്യോഗ് ഭവൻ, മണ്ഡി ഹൌസ് അടക്കം 7 മെട്രോ സ്റ്റേഷനുകൾക്ക് ഡൽഹി പോലീസ് ജാഗ്രതാ നിർദ്ദേശവും നൽകി. വർഷകാല സമ്മേളനത്തിനിടെ ഈ മാസം 22 മുതൽ പാർലമെന്റിന് മുന്നിൽ ധർണ നടത്താനാണ് കർഷക സംഘടനകളുടെ തീരുമാനം. അതേസമയം കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും കർഷകർ സമരം അവസാനിപ്പിക്കണമെന്നും കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ വീണ്ടും ആവർത്തിച്ചു. KM ഷാജിയുടെ വിവാദ ആഡംബര വീടിന് പുതിയ അവകാശികൾ. വീട് നിർമ്മാണം ക്രമപ്പെടുത്താൻ ഷാജിയുടെ ഭാര്യ ആശ, ബന്ധുക്കളായ അഫ്സ, അലി അക്ബർ എന്നിവർ നൽകിയ അപേക്ഷയുടെ പകർപ്പ് 24-ന് ലഭിച്ചു. പുതിയ ഉടമകൾ വന്ന സംഭവത്തിൽ കോർപ്പറേഷൻ നിയമോപദേശം തേടി. സംഭവത്തിൽ വിജിലൻസ് സംഘം കോർപ്പറേഷൻ അധികൃതരോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ത്യൻ മാധ്യമപ്രവർത്തകൻ ഡാനിഷ് സിദ്ദിഖിയുടെ മൃതദേഹം ഡൽഹിയിൽ എത്തിച്ച് സംസ്കരിച്ചു. ജാമിയ മിലിയയിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹം സർവകലാശാല വളപ്പിലാണ് ഖബറടക്കിയത്. മഹാരാഷ്ട്രയിൽ ദുരിതപ്പെയ്ത്ത്. കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 29ആയി. നിരവധി പേർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. സംഭവസ്ഥലത്ത് NDRFന്റെ സംഘത്തിന്റെ രക്ഷാപ്രവർത്തനം തുടരുന്നു. മുംബൈയിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. വിവിധ റൂട്ടുകളിലെ 17 സബർബൻ ട്രെയിനുകൾ സർവീസ് നിർത്തിവെച്ചു.
സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. അടുത്ത 3 ദിവസം വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത പ്രവചിക്കുന്നു. ശക്തമായ കാറ്റിനും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കുമാണ് സാധ്യത. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും മണിക്കൂറിൽ പരമാവധി 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കടലാക്രമണ സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. പശ്ചിമ യൂറോപ്പിൽ വെള്ളപ്പൊക്കം രൂക്ഷം. മരണം 183ആയി. നിരവധി പേർക്ക് പരിക്കേറ്റു. വെള്ളപ്പൊക്കത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങളുണ്ടായത് ജർമ്മനിയിലാണ്. ഓസ്ട്രേലിയയിലും മഴക്കെടുതി ശക്തമാവുകയാണ്. ബെൽജിയം, നെതർലാൻഡ്സ്, ലക്സംബർഗ്, സ്വിറ്റ്സർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് സമാന ദുരന്തങ്ങൾ ഇനിയും ഉണ്ടായേക്കാമെന്ന് വിദഗ്ധരുടെ മുന്നറിയിപ്പും വന്നിട്ടുണ്ട്. പഞ്ചാബ് കോൺഗ്രസ് അധ്യക്ഷനായി നവജോത് സിംഗ് സിദ്ധുവിനെ നിയമിച്ചു. ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിലാണ് സിദ്ധുവിന്റെ നിയമനം. സിദ്ധുവിനൊപ്പം 4 വർക്കിംഗ് പ്രസിഡന്റുമാരെയും AICC പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന്റെ കടുത്ത എതിർപ്പ് അവഗണിച്ചാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നടപടി. സിദ്ധുവിനെ അധ്യക്ഷ സ്ഥാനത്ത് നിയമിക്കരുതെന്നാവശ്യപ്പെട്ട് അമരീന്ദർ സിംഗ് കോൺഗ്രസ് അധ്യക്ഷയ്ക്ക് കത്ത് നൽകിയിരുന്നു. ഇന്ന് ഒരു വിഭാഗം MPമാരും MLAമാരും ഇതേ ആവശ്യം ഉന്നയിച്ച് കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു. തന്നെ അധ്യക്ഷനായി നിയമിച്ച AICC നടപടിയെ സ്വാഗതം ചെയ്യുന്നതായി നവജോത് സിംഗ് സിദ്ധു അറിയിച്ചു. പാർലമെന്റ് നടപടികൾ സുഗമമായി നടത്താൻ പ്രതിപക്ഷ സഹകരണം അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി. പ്രതിപക്ഷം ഉന്നയിക്കുന്ന എല്ലാ വിഷയങ്ങളും സഭയിൽ ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണെന്നും പ്രധാനമന്ത്രി സർവകക്ഷി യോഗത്തെ അറിയിച്ചു. കോവിഡ് സാഹചര്യം, ഇന്ധനവില വർധന തുടങ്ങിയ വിഷയങ്ങളിൽ ഗൌരവകരമായ സമീപനം സർക്കാർ സഭയിൽ സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ പാർട്ടികളും ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ വിഷയങ്ങൾ പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ കൂടുതൽ സമയം മാറ്റിവെക്കണമെന്ന് NK പ്രേമചന്ദ്രൻ MP യോഗത്തിൽ ആവശ്യപ്പെട്ടു. ഗവൺമെന്റിന്റെ ഫൈനാൻഷ്യൽ ബിസിനസ്സും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ നിയമനിർമ്മാണത്തിനും മാത്രമായി പരിമിതപ്പെടുന്നു. ദേശീയ പ്രാധാന്യമുള്ള പൊതുവിഷയങ്ങൾ പാർലമെന്റിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്ന ഗൗരവതരമായ ആക്ഷേപം ഇന്ന് സർവകക്ഷി യോഗത്തിൽ ഉന്നയിക്കപ്പെട്ടു. അതുകൊണ്ട് ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം ഉൾപ്പെടെ പാർലമെന്ററി നടപടിക്രമം അനുസരിച്ച് പ്രതിപക്ഷത്തിന് ലഭ്യമാകുന്ന അവസരങ്ങൾ പരമാവധി നൽകിക്കൊണ്ട് ജനകീയ പ്രശ്നങ്ങളും പൊതുപ്രശ്നങ്ങളും പാർലമെന്റിൽ അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കണമെന്നുള്ളതായിരുന്നു പ്രധാനമായും പ്രതിപക്ഷം മുന്നോട്ട് വെച്ചത്. ഡൽഹിയിലെ പള്ളി പൊളിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി കേരളത്തിൽ നിന്നുള്ള UDF MPമാർ. സംഭവം ഞെട്ടിപ്പിക്കുന്നതെന്നും പാർലമെന്റ് സമ്മേളനത്തിൽ പ്രതിഷേധം അറിയിക്കുമെന്നും MPമാരായ NK പ്രേമചന്ദ്രൻ, ബെന്നി ബെഹനാൻ, ആന്റോ ആന്റണി, ഡീൻ കുര്യാക്കോസ് എന്നിവരാണ് പള്ളി സന്ദർശിച്ചത്. മതേതരത്വത്തിന്റെ മാതൃകയായി മാറാൻ ബന്ധപ്പെട്ടവർക്ക് കഴിയണം. അതല്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം പാർലമെന്റിനകത്തും പാർലമെന്റിന് പുറത്തും ഉയർത്തിക്കൊണ്ടുവരാൻ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് നടപടികൾ ഉണ്ടാകും. വ്യക്തമായ നോട്ടീസ് കൊടുക്കാതെ, വ്യക്തമായ നടപടികൾ പൂർത്തീകരിക്കാതെ വളരെ ധൃതി പിടിച്ച് ഇത്തരത്തിലുള്ള ഒരു പൊളിക്കൽ നടപടി ഇവിടെ നടന്നപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തോ ദുരൂഹതയുണ്ട്. ഇന്ധന വിലവർധനയിൽ കെ മുരളീധരൻ MPയുടെ ചോദ്യത്തിന് പാർലമെന്റിൽ നാളെ കേന്ദ്ര സർക്കാർ മറുപടി നൽകും. ഇന്ധന വില കൂടുന്നതിന്റെ കാരണം സർക്കാർ വ്യക്തമാക്കണമെന്നാണ് മുരളീധരന്റെ ആവശ്യം. വിലയേക്കാൾ കൂടുതൽ നികുതി സർക്കാർ ഈടാക്കുന്നത് ഏത് സാഹചര്യത്തിലാണെന്നും കെ മുരളീധരൻ MPയുടെ ചോദ്യത്തിലുണ്ട്. പെട്രോളിയം വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പുരി കേന്ദ്ര സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കും. സിനിമാ ഷൂട്ടിംഗുകൾ കേരളത്തിലേക്ക് മടങ്ങിയെത്തുന്നു. ചിത്രീകരണത്തിന് സംസ്ഥാന സർക്കാർ അനുമതി നൽകിയതോടെയാണ് പുതിയ തീരുമാനം. മോഹൻലാൽ ചിത്രം ബ്രോഡ് ആഡിയുടെ ഷൂട്ടിംഗ് 2 ആഴ്ചയ്ക്ക് ശേഷം കേരളത്തിലേക്ക് മാറ്റും. അതേസമയം മോഹൻലാൽ നായകനാകുന്ന ജിത്തു ജോസഫ് ചിത്രവും ഉടൻ കേരളത്തിൽ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്ന് ആന്റണി പെരുമ്പാവൂർ 24നോട് പറഞ്ഞു. അവിടെ ഓൾറെഡി നമ്മൾ ഷൂട്ട് ചെയ്തതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് അവിടെ നിർത്താൻ പറ്റില്ല. കാരണം അത് കണ്ടിന്യൂറ്റി കുറെ പോർഷൻസ് ഉണ്ട്. അപ്പൊ ആ പോർഷൻസുകളെല്ലാം ഷൂട്ട് ചെയ്തതിന് ശേഷം ബാക്കി നമ്മൾ ഷൂട്ട് ചെയ്യാനുള്ള സ്ഥലങ്ങൾ നമ്മൾ കേരളത്തിലേക്ക് നമ്മൾ ഷൂട്ടിങ്ങുമായി വരുന്നു. അതോടൊപ്പം തന്നെ ജിത്തു ജോസഫ് സംവിധാനം ചെയ്യാൻ ഇരുന്ന മോഹൻലാൽ സാർ അഭിനയിക്കുന്ന ചിത്രം 12th മാൻ എന്ന പടത്തിന്റെ ഷൂട്ടിംഗ് ഉടൻ തന്നെ കേരളത്തിൽ ചിത്രീകരണം ആരംഭിക്കും. സർക്കാരിനെതിരെ വിമർശനവുമായി തിയേറ്റർ ഉടമകൾ. തിയേറ്ററുകൾ അടച്ചിട്ടിരിക്കുന്ന സമയത്ത് നികുതിയുടെ പേരിൽ വേട്ടയാടുന്നെന്ന വിമർശനം. അധിക കെട്ടിട നികുതി അടയ്ക്കാൻ കഴിയില്ലെന്ന് സർക്കാരിനെ അറിയിക്കുമെന്ന് പത്മ ഷേണായസ് ഉടമ സുരേഷ് പത്മ. നികുതി ഇളവ് നൽകുമെന്ന് മന്ത്രി പറഞ്ഞിട്ട് ഉദ്യോഗസ്ഥർ സമ്മതിക്കുന്നില്ലെന്ന് തിയേറ്റർ ഉടമകൾ ആരോപിക്കുന്നു. ഒരു അടഞ്ഞു കിടക്കുന്ന സമയത്ത്
ടാക്സ് കളക്ട് ചെയ്യുക എന്ന് വെച്ചാൽ അത് ഒരു തെറ്റായ ഒരു സമ്പ്രദായമാണ്. അത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ് ബിൽഡിംഗ് ടാക്സ്. അപ്പോൾ ആ സമയത്തെങ്കിലും ഞങ്ങൾക്ക് ഒഴിവാക്കി തരാൻ അവർ ഒരു സൽമനസ് കാണിക്കേണ്ടിയിരുന്നു. ഞങ്ങളെല്ലാവരും തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട് റെമിഷന് വേണ്ടി. പിന്നെ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ മാറ്റർ പറഞ്ഞിട്ട് അവർ തള്ളിവിടുക. ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.